എന്താടാ മോനെ? വിശക്കുന്നമ്മേ, ശാന്തയോട് ചോറ് വിളമ്പി തരാൻ പറ. ആഹാ, പെങ്ങള് വിളമ്പി തന്നാലേ എനിക്ക് വിശപ്പ് തീരത്തുള്ളൂ. നീ അങ്ങോട്ട് ഇരിക്കുക, ഞാൻ വിളമ്പി തരാം. അയ്യോ, അമ്മ ഇഴഞ്ഞിഴഞ്ഞ് ചോറ് വിളമ്പാൻ തുടങ്ങിയാലേ എനിക്ക് സമയത്ത് ആഹാരം കഴിച്ചിട്ടൊന്നും പോകാൻ പറ്റൂല. അമ്മയ്ക്ക് വയസ്സും പ്രായമൊക്കെ ആയില്ലേടാ മോനെ. ഇനി ഇപ്പൊ ഇഴഞ്ഞും വരിഞ്ഞും ഒക്കെ നടക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യും, എവിടെങ്കിലും പോയി ഈ പറക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ടോ? അതിനല്ലയോമ്മ ഞാൻ പോയിരുന്നത്. പക്ഷെ പെണ്ണ് ചിറക് മുളച്ചില്ല, ഞാൻ ഇങ്ങ് പോന്നു. മതി മതി, അങ്ങോട്ട് ഇരിക്കേ, ഞാൻ ചോറ് വിളമ്പിക്കൊണ്ട്. ചേട്ടാ, എന്ത് വേണം? ഒന്ന് കാണാൻ വന്നതാ. നീ എന്തിനാ എന്നെ കാണുന്നത്? ഇന്ന് നമ്മുടെ കല്യാണം നടന്ന ദിവസമല്ലേ? എടീ, നമ്മുടെ കല്യാണത്തിന്റെ ദിവസത്തേക്കാൾ എനിക്ക് കൂടുതൽ ഓർമ്മ നിന്റെ ചേട്ടൻ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോയ ദിവസം. ചേട്ടന്റെ മുമ്പിൽ തന്നെ തല്ലിയിട്ടല്ലേ വിളിച്ചോണ്ട് പോയത്? അതിനെന്താ, നീ നിന്റെ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞു. ഇന്ന് സന്തോഷമായിട്ടൊരു വാക്കെങ്കിലും പറയുന്നത് കേൾക്കാനാണ് ഞാൻ വന്നത്. ഓടി അവിടുന്ന്, മേലാ നീ ഇവിടെ വന്നു പോരുത്. ഇല്ല, എന്നെ തല്ലിക്കൊന്നാലും ശരി, ഞാൻ ചേട്ടനെ കാണാൻ ഇവിടെ വരും. എടി, നിന്നോട് പോകാനാ പറഞ്ഞത്. എന്റെ പൊന്നു ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓടി അവിടുന്ന്. എടി, പോകാനാ പറഞ്ഞത്. ശാന്ത എവിടെ പോയമ്മേ? അവള് ഇടം വരെ പോയി മോനെ. എവിടെ പോയെന്നാ ചോദിച്ചത്? ഇന്ന് ചിങ്ങമാസം 15 തീയതി. അതിന് 4 വർഷത്തിന് മുൻപ് ഇതേ ദിവസം ഈ വീട്ടിൽ എന്താണ് നടന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലേ? ശാന്തയുടെ വിവാഹം. ബാലൻ അവളോട് പിണക്കമാണെങ്കിലും അവൾക്ക് ഇന്ന് അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് അവള് ചൂളയിലേക്ക് പോയിരിക്കുക. അമ്മേ, അവൾ പോയതാണോ അതോ അമ്മ പറഞ്ഞയച്ചതാണോ? അവള് പോയതാണോ? അവന്റെ ഇടിയും തൊഴിയും കൊണ്ട് അവൾക്ക് മതിയായില്ലല്ലേ? ഇടിച്ചാലും തൊഴിച്ചാലും അവനവളുടെ ഭർത്താവല്ലേ? ഭർത്താവ്? അവൻ മനുഷ്യനാണോ അമ്മേ? 6 മാസം ഇവൾ അവനോട് സ്വയമായി ജീവിച്ചിട്ടുണ്ട്. പ്രാണഭയന്നില്ല അവൾ ഇങ്ങോട്ട് ഓടിപ്പോന്നത്. എന്നിട്ട് അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുന്നു. മോനെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവക്ക് ഇപ്പോഴും അവനോട് സ്നേഹമുണ്ട്. സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? തല്ലി പഠിപ്പിച്ചില്ലേ ഇങ്ങോട്ട് അയച്ചത്? അമ്മേ, അവൾ അവളുടെ ഇഷ്ടത്തിന് വെളിയിൽ പോയിരിക്കില്ലേ അവനെ കാണാൻ? ഇനി തിരിച്ചു വന്നാൽ അതിനകത്ത് കയറ്റി പോകരുത്. ശാന്തേ, ഇവിടെ വരൂ. നീ എവിടെ പോയിരുന്നു? അമ്പലത്തിലേക്ക്. എന്നിട്ട് ദൈവത്തെ കണ്ടോ? ഇല്ല, ഞാൻ ചെന്നപ്പോൾ നടയടച്ചു കഴിഞ്ഞു. ഇനി നീ കാണാൻ പോയ ദൈവത്തെ അല്ല, പിശാചിനെയാണ്. എനിക്ക് മാപ്പ് തരൂ ചേട്ടാ, എനിക്ക് മാപ്പ് തരൂ. ശാന്തി, എഴുന്നേക്കൂ. നിന്നോട് അവനെ കാണാൻ പോകരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നേ. പറഞ്ഞു. എന്നിട്ട് എന്തിനു പോയി? ചേട്ടാ, എന്നോട് എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്താലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിയുമോ ചേട്ടാ? ശാന്തേ, ഇങ്ങോട്ട് നോക്ക്. അവന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ നീ ആത്മഹത്യക്കൊരുങ്ങുമ്പോഴാണ് നിന്നെ അവിടെ നിന്ന് ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അവനോടൊത്ത് നിനക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനിവിടെ വരണം. അവൻ ചെയ്ത ഓരോ ദുഷ്പ്രവൃത്തിക്കും നിന്റെ കാൽക്കൽ വീണ് എണ്ണി എണ്ണി മാപ്പ് പറയണം. മാപ്പ് പറയിച്ചിട്ടാണല്ലോടാ നീ ഇങ്ങോട്ട് പോന്നത്. എടാ, കുറുപ്പദ്ദേഹത്തിന് നിലം ആര് കൊയ്താലും നിനക്കെന്താ? ഓ, അവിടെ വെച്ച് മുതലാളിക്ക് വേണ്ടി വാദിച്ചത് പോരാഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഇവിടെയും വന്ന് തുടങ്ങിയിരിക്കുന്നത്. എന്താന്നാടാ? കൊയ്ത്തുകാരെ തടയാൻ ഇവനാര്? അമ്മേ, ഞാൻ പതിവ് കൊയ്ത്തുകാരെ തടഞ്ഞില്ല. അച്ഛന്റെ കൊച്ചു മുതലാളി അയച്ച കരിങ്കാലിപ്പടയാണ് ഞാൻ തടഞ്ഞത്. എടീ, അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് അവർ കൊയ്യിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണേ. കാലം മാറിപ്പോയെന്ന് പറയാമേ. കുറുപ്പദ്ദേഹത്തിനെ മുട്ടുകുത്തിക്കാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു കൊടുക്കണേ. അത് കണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് പറയാമേ. എടീ, നിന്റെ മോനോട് മര്യാദയ്ക്ക് പോയി മാപ്പി ചോദിക്കാൻ പറയണേ. അതിന് വേറെ ആളെ നോക്കാൻ പറയാമേ. അയ്യോ, വയലുണ്ടായ കാര്യത്തിന് വീട്ടിനകത്ത് വന്നു കിടന്ന് എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വന്ന് ഊണ് കഴിച്ചാട്ടെ. അനുസരണ ഇല്ലാത്തവർ ഊണ് എനിക്ക് വേണ്ടത്. എടാ മോനെ, നീയെങ്കിലും ഊണ് കഴിക്കടാ. എന്നെ അടിമയാക്കാൻ നോക്കുന്നവരുടെ ചോറ് എനിക്കും വേണ്ട. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു അച്ഛനും മോനും ഉണ്ടോ? എഴുന്നേറ്റ് ഊണ് കഴിച്ചാട്ടെ. എനിക്ക് ഇവിടുത്തെ ഊണ് കഴിച്ചാൽ ദഹിക്കില്ല. എഴുന്നേറ്റ് വാ ചേട്ടാ. എനിക്കും ദഹനക്കേടാ. ഊണ് കഴിക്കാനേ വേണ്ടെന്നല്ലേ പറഞ്ഞത്? വാ ചേട്ടാ. എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലേ ഞങ്ങളെ ഒന്നൊന്നും കഴിക്കുന്നില്ല. പാടി ഇവിടെ എല്ലാരും കൂടെ ഈ വാതിൽ ഇങ്ങനെ കുത്തിയിരിക്കാം. അങ്ങനെ അങ്ങ് കുത്തിരിക്കണ്ട. ചോറ് വേണം മതി. പാടാൻ മതി. ചോറ് വേണ്ട.
എന്റെ മോളുടെ കല്യാണാലയങ്ങൾക്ക് കൊച്ചൂർ പദ്ദേഹം വന്നത് മഹാഭാഗ്യാണ്. വരാതിരിക്കാൻ ഒക്കുവോ പാച്ചനായരെ? താൻ എത്രയോ സമ്പലസരമായിട്ട് എന്റെ കാര്യസ്ഥനായിട്ട് ജോലി നോക്കുക. ഒരു നയാ പൈസ ഇതുവരെ ശമ്പളവും വാങ്ങിച്ചു. ശമ്പളം ചോദിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ലേ, എന്റെ മോൾക്കൊരു സംഗതി വരുമ്പോ കൊച്ചൂർ പദ്ദേഹം സഹായിക്കുമെന്ന വിശ്വാസം കൊണ്ടാണ്. തന്റെ മോക്ക് സംഗതി വന്നു എന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ടല്ലേ ഓടി എത്തിയത്. ഈ കല്യാണം മംഗളമായി നടത്തേണ്ടത് എന്റെ ചുമതലയല്ലയോ? എന്റെ മോൻ കുട്ടനെ കിട്ടാൻ 1000 രൂപയും 5 പവന്റെ ആഭരണവും വേണം. അയ്യോ, എന്നെ കൊണ്ട് അതിനുള്ള നിവൃത്തിയില്ല. എങ്കിൽ പെണ്ണിനെ കേട്ടാ എനിക്ക് മനസ്സില്ല. പാച്ചുള്ളേ, കുട്ടൻ വലിയ ഉറുപ്പിന്റെ വേലക്കാരനാ. കുട്ടനെ കിട്ടിയില്ലെങ്കിൽ അത് നഷ്ടമാണ്. എന്ന് വെച്ച് ഇല്ലാത്ത പണത്തിൽ ഞാനിവിടെ പോകാനാണ്. എത്ര രൂപ വേണ്ടത്? 1000 രൂപ. ദാ, 2000 രൂപയുണ്ട്. അവിടുന്ന് എന്റെ കാണപ്പെട്ട ദൈവമാണ്. ആ, ഈ ദൈവത്തിന്റെ കളി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അറിയാതെ. എന്നാ പെണ്ണിനെ കണ്ട് കല്യാണം നിശ്ചയിക്കാം. മോളെ, അവിടുന്ന് എന്നെ ഒന്ന് വിളിച്ചാട്ടെ. അയ്യോ, എന്താ പേര്? സാവിത്രി. സാവിത്രി, ഇങ്ങോട്ട് വരൂ. നല്ലൊരു പെണ്ണ്, പച്ചിലയും കത്തിരിയും പോലെ ഇരിക്കണം. ദാ, രൂപ എടുത്തോണ്ട് തീയെ നിശ്ചയിച്ചേക്കൂ. ഇനി എന്തോന്ന് ഉറപ്പിക്കാനാ? അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. ശരി, വാ. അപ്പൊ ഞാൻ പോട്ടെ. വാടാ. കൊച്ചങ്ങന്റെ സഹായം കൊണ്ട് ഒരു കല്യാണം ഉറച്ചു. അപ്പൊ സാവിത്രി കുട്ടി, പച്ചലയും കത്തിയും പോലെ കാര്യങ്ങൾ നടക്കും. എടാ കുട്ടാ, നീ ഭാഗ്യവാനാടാ മോനെ. എനിക്ക് പെണ്ണിനെ കിട്ടിയില്ലേ, എനിക്ക് പണവും കിട്ടിയിട്ടാലോ. ഇത് എന്നോട് വേണ്ടായിരുന്നു. ആ, എന്തു പറ്റി? ഇത് കണ്ടില്ലേ? അയ്യോ, ഇതിന്റെ മഷി പോയതായിരിക്കും. ഇപ്പോഴത്തെ നോട്ടുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വീണോ മഷിയും. അപ്പൊ ആ പെണ്ണിന്റെ മഷ പോയതായിരിക്കും. എനിക്ക് കല്യാണം വേണ്ട. വേണ്ട, കാശ് ഞാൻ എന്നാലും നല്ല ആളാ. ഞാനങ്ങ് ഭയന്നു പോയല്ലോ. കുറുപ്പത്തി എന്നാലും ഭയങ്കരനാ. ഇത്ര വേഗം കല്യാണം മുടക്കി കളഞ്ഞല്ലോ. ഇനി വരുന്ന കല്യാണം ഞാൻ മുടക്കും. അങ്ങനെ വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കി അവസാനം നമ്മൾ ഇവിടെ ഉടക്കും.